അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. താമര അറിയാലോ, പകലാണ് വിരിയുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂമ്പി വരും. അപ്പോൾ അവിടെ നമുക്കൊരു വെള്ളത്താമരയുണ്ട്. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള താമരകളുടെ ഒരു ചെറിയ കളക്ഷനാണിത്. അപ്പോൾ അവിടെ വേറെയാണ്. ഇതെല്ലാം നമ്മൾ നട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആമസോണിൽ താമരയുടെ സീഡ് വാങ്ങാൻ കിട്ടും, വിത്ത് വാങ്ങാൻ കിട്ടും. അതിൻ്റെ എഡ്ജ് അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു ചെറിയ റബ്ബർ കായയുടെ പോലെ സൈസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം സ്വല്പം കൂർത്ത എഡ്ജായിരിക്കും. അപ്പോൾ അതൊന്ന് സ്വല്പം കട്ട് ചെയ്ത് കളഞ്ഞ് വെള്ളത്തിലിട്ട് രണ്ടാമത്തെ ദിവസം താമര മുളയ്ക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതിൻ്റെ ട്യൂബറൊക്കെ വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. 150 രൂപ, 200 രൂപ, 300 രൂപയ്ക്കാണ് ട്യൂബറിൻ്റെ വില. പക്ഷേ എനിക്ക് ട്യൂബറിനേക്കാളും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് സീഡിലാണ്. സീഡ് കട്ട് ചെയ്തിട്ടുണ്ടായ സാധനങ്ങളാണ് ഇതെല്ലാം. അത് ട്യൂബർ വെച്ചാണ്. പക്ഷേ അതിൻ്റെ ഗ്രോത്ത് കണ്ടോ, കുറച്ച് സ്ലോ ആണ് അതിൻ്റെ ഗ്രോത്ത്. പക്ഷേ ഇതിന് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ട്. മാത്രമല്ല ഇത് ഏതാണ്ട് ഒരു 6 മാസം പ്രായമായിട്ടുള്ള താമരച്ചെടിയാണ്. അവിടെ ആമ്പലുണ്ട്. ഇത് ആമ്പലാണ്, ആക്ച്വലി ആമ്പലിൻ്റെയാണ്. ഇതുവരെ പൂവിട്ടിട്ടില്ല. പക്ഷേ അവിടെയുള്ള നല്ല വയലറ്റ് നിറത്തിലുള്ള ആമ്പൽ പൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിത്തിൽ നിന്ന് എങ്ങനെ തൈ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഇത് 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പതുക്കെ മുള വരും. മുള വരുമ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് മാറ്റി പല ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഇട്ട് ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേക്കും 12 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മാറ്റി ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഇത് സിമൻറ്റിൻ്റെ ചട്ടിയാണ്. അതിനകത്ത് ചെളിയും ചാണകവും എല്ലാം കുഴച്ച് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഇട്ടിട്ടാണ് ഇത്രയും ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഹോമിയോ വാങ്ങാൻ കിട്ടും. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതും കുറച്ച് അഡീഷണൽ ഫെർട്ടിലൈസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം ചെളി, ചാണകം, വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല രസമാണ്. ഇത് ഫുള്ളായിട്ട് ഉണ്ടായി നിൽക്കുന്നതാണ്. അവിടെ നമുക്ക് നല്ലൊരു വെള്ളത്താമര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കളറൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഈ നല്ല കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്. അപ്പോൾ ഇതിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.